സ്നേഹമുള്ളവരെ, നമ്മളിപ്പോൾ ആയിരിക്കുക യൂദാദേവസിൻ്റെ തീർത്ഥാടന ദേവാലയം കരുണാപുരം 2025 ഇവിടെ വെച്ച് നടക്കുന്ന ദിവ്യകാരുണ്യ സ്വീകരണത്തിൻ്റെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. ഈശോയുടെ സ്നേഹവും ചൈതന്യവും എക്കാലത്തും ഇവരിൽ നിറഞ്ഞു നിൽക്കാനിടയാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. യോഗീശ്വരനാണ് കുർബാന ചെല്ലുന്നത്.
ബഹുമാനപ്പെട്ട വൈദ്യുതി ഞങ്ങൾ പരീക്ഷയിൽ ഒരു നാളും ഉൾപ്പെടുവാനിടയാകരുതേ ദുഷ്ടാരൂപിയിൽ നിന്നെന്നും ഞങ്ങളെ സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, എന്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങൾ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. നിങ്ങൾ ഇത് ചെയ്യുമ്പോഴെല്ലാം എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുകയും നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം
കർത്താവിന്റെ മരണം അവന്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. തന്മൂലം ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിന്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിന്റെ ശരീരത്തിനും രക്തത്തിനും എതിരെ തെറ്റ് ചെയ്യുന്നു. അതിനാൽ ഓരോരുത്തരും ആത്മശോധന ചെയ്തതിനു ശേഷം ഈ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിച്ചറിയാതെ പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തന്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 6:47 മുതലുള്ള തിരുവചനങ്ങൾ. യേശു അരുളി ചെയ്തു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ ജീവന്റെ അപ്പമാണ്. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു, എങ്കിലും അവർ മരിച്ചു. ഇതാകട്ടെ മനുഷ്യർ ഭക്ഷിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിറങ്ങിയ അപ്പമാണ്. ഇത് സ്വർഗത്തിൽ നിറങ്ങുന്ന അപ്പമാണ്. പിതാക്കന്മാർ മന്ന ഭക്ഷിച്ചു, എങ്കിലും മരിച്ചു. അതുപോലെയല്ല ഈ അപ്പം. ഇത് ഭക്ഷിക്കുന്നതിലെ വളരെ പ്രധാനപ്പെട്ട ദിവസമാണിന്ന്. നിങ്ങൾ ഈശോയെ സ്വീകരിക്കാൻ പോവുകയാണ്. ദൈവം മനുഷ്യനെ അങ്ങേയറ്റം സ്നേഹിച്ചു. അതുകൊണ്ടാണ് യോഹന്നാൻ പറഞ്ഞത്, തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം അത്രയധികമായി ദൈവം മനുഷ്യനെ സ്നേഹിച്ചു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വളർന്നു വരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതിനുള്ള വിശ്വാസത്തിൽ ഞങ്ങളെ ഞങ്ങളുടെ മാതാപിതാക്കളെ ആത്മീയമായി നയിച്ചുകൊണ്ടിരിക്കുന്ന വൈദികരെയും സിസ്റ്റേഴ്സിനെയും അങ്ങനെ സ്വീകരിക്കാൻ ഞങ്ങളെ ഒരുക്കിയ അധ്യാപികരെ ഇന്നത്തെ തിരുക്കർമ്മത്തിന് വിജയത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കുർബാന സ്ഥാപിച്ച ഈശോ മിശിഹായെ കുർബാനയിലുള്ള ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമെന്ന് അങ്ങയുടെ ശരീരരക്തങ്ങൾ യോഗ്യതയോടെ സ്വീകരിക്കുവാൻ ഞങ്ങളെ അനുവദിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന് അരുൾ ചെയ്ത മിശിഹായെ, നിന്റെ ശരീരരക്തങ്ങൾ ഭക്ഷിക്കുന്ന ഞങ്ങൾക്ക് വിശക്കുന്നവരിലും ദാഹിക്കുന്നവരിലും നിന്റെ മുഖം ദർശിക്കാനുള്ള പ്രകാശം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, എല്ലാ ഭരണകർത്താക്കളെയും സത്യത്തോടെ വഹിച്ച് ഈ ലോകം വേർപെട്ടു പോയ എല്ലാവരും അനുസ്മരിക്കുകയും കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ ദുർബലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ.
ദിവ്യകുമാരൻ സ്വീകരിക്കുന്ന കുഞ്ഞുങ്ങൾക്കും വേണ്ടിയും അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയും അയോഗ്യരായ ഞങ്ങൾക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. നമ്മുടെ കർത്താവേ ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
ഹൃദയത്തിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെയും സഹോദരങ്ങളെയും